ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ആൻഡ് അൺസ്ക്രിപ്റ്റഡ് ഡേയ്സ്. ഇന്ന് നമ്മുടെ കണ്ടന്റ് എന്താ പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 സെയിം കണ്ടന്റ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിരിക്കുന്ന ജിസേലിൻ്റെയും ആര്യൻ്റെയും വിഷയം. അത് ഒരു ജെനുവിനാണ് സത്യം പറഞ്ഞാൽ. അവർക്ക് റൊമാൻസ് ചെയ്യാൻ പാടില്ലെന്നോ അവർക്ക് ഒന്നിച്ച് കിടക്കാൻ പാടില്ലെന്നോ ഒന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. പക്ഷെ അനു അതിനൊരു കോണ്ടന്റ് ആക്കി എടുത്ത് അതൊരു വലിയ കോണ്ടന്റ് ആക്കി മാറ്റി, അനുവിൻ്റെ ഒരു ഗെയിം പ്ലേ ആക്കി മാറ്റി. എന്താ പറയുക, ബിഗ് ബോസ് ഇപ്പോൾ ഒരു കുൽസിത പ്രവർത്തിക്കുള്ള സംഭവമായിട്ട് മാറണോ എന്നൊരു സംശയമുണ്ട് ആര്യൻ്റെയും ജിസേലിൻ്റെയും പ്രവർത്തനം കാണുമ്പോൾ. പക്ഷേ എല്ലാവർക്കും അവരുടേതായ ജഡ്ജ്മെന്റ്സ് ഉണ്ടല്ലോ. അവർക്ക് ഇത് പാടില്ലെന്നോ അതിനാണല്ലോ ഈ സിംഗിളിനെയും രണ്ട് സിംഗിളിനും ഒരുമിച്ച് കൊണ്ടുതന്നെ അവർ കമ്മിറ്റഡ് ആയി അതിലൊരു ബിഗ് ബോസിന് ഒരു കണ്ടന്റ് കിട്ടും, ആ കണ്ടന്റ് വൈറലാവും എന്നൊരു ചിന്താഗതിയിലാണ് ഇങ്ങനെ തുറന്നു കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് എന്താ പ്രശ്നം അതിൽ? ഇപ്പോൾ അനുമോൾ അതിനെ എടുത്തു. അനുമോളിൻ്റെ അമ്മയ്ക്ക് വിളിച്ചപ്പോൾ അനുമോൾ പറഞ്ഞതാണ് അനുമോൾ പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല, അനുമോളുടെ ഗെയിം പ്ലേ ആണ് ശരിക്കും അത്. അല്ലാണ്ട് കടന്നിട്ട് വെറുതെ അതിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയും അതിന് പിൻമൂട് താങ്ങുന്ന ഒരു പാർട്ടീസും ആവശ്യമില്ലാത്ത കണ്ടന്റ്സ് ആണ്. ബിഗ് ബോസ് ശരിക്കും ഒരു മര്യാദ കളിച്ചാൽ മര്യാദക്കാണ്. പിന്നെ ആവശ്യമില്ലാണ്ട് തെറി വിളിക്കും. ആരെയും ജിസയിലും റൊമാൻസ് ചെയ്യുകയാണെങ്കിൽ ആർക്കാണ് നഷ്ടം? ആർക്കും നഷ്ടമില്ല. പിന്നെ അതിനെ പിന്തുണങ്ങാൻ നൂറ ആതിര അവര് പിന്തുണയ്ക്കും. ഇപ്പൊ പറയണു അവരാദ്യം പറഞ്ഞു പിന്തുണയ്ക്കണം, ഇപ്പൊ പറയണു പിന്തുണയ്ക്കണമില്ല. ആരും അപ്പുറത്തെ ടീമിലില്ല ഇപ്പുറത്തെ ടീമിലില്ല. ഇതൊക്കെ ഒരു കണ്ടന്റ് ആണോ? അനുമോൾക്ക് ഇന്നും നല്ല ഗെയിം പ്ലേ വരാം. പിന്നെ ആര്യൻ ഫിസിക്കൽ അസാൾട്ട് ചെയ്യാൻ പോവുക. എന്തിനാണ് കയ്യോ? ഇതൊക്കെ ബിഗ് ബോസിൽ നിന്ന് ഇവരെയൊക്കെ പുറത്താക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സത്യം പറഞ്ഞാൽ രണ്ടാളും വേണ്ട, അനുമോളും വേണ്ട ആര്യനും വേണ്ട. ചീപ്പ് കളിക്കുന്ന അനുമോളും ആര്യൻ, ആവശ്യമില്ലാത്ത കളിക്കുന്ന ആര്യനും. ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ പോവുക എന്നുള്ളത് തെറ്റാണ്. ഓൾറെഡി അനുമോളിലും ജിസയിലും ഒരു ഫിസിക്കൽ അസോൾട്ടിന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അനുമോൾ പിന്നെയും അനുമോൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ നന്നായിട്ടുള്ള ചീപ്പ് ഷോസാണ് കളിക്കുന്നത്. ആവശ്യമില്ലാത്ത കണ്ടന്റ്സ് കുറേ വരുന്നുണ്ട് ബിഗ് ബോസിൽ. ഇപ്പോൾ ആര്യനും ജിസയിലും എൻ്റെ സംഭവം പറഞ്ഞാൽ ആര്യൻ ജിസയിലും ഒരു പുതപ്പിനുള്ളിൽ കിസ് അടിച്ചു എന്നാണ് അനുമോള് പ്രചരിക്കുന്നത്. അത് എത്രമേൽ സത്യമാണെന്ന് നമുക്കറിയില്ല, എത്രമേൽ നുണയാണെന്ന് നമുക്കറിയില്ല. പുതപ്പിനുള്ളിൽ കണ്ടു, അത് നമ്മളും കണ്ട വിഷ്വൽസ് ആണ്. ആ വിഷ്വൽസ് അതിൽ ആഡ് ചെയ്യുക, ഫോട്ടോസ് ആയിട്ട് ആഡ് ചെയ്യുക. അത് എല്ലാവരും കണ്ടൊരു കാര്യമാണ്. അതിപ്പോ പ്രേക്ഷകരെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അത് ശരിയായ രീതിയിൽ എടുക്കണോ തെറ്റായ രീതിയിൽ എടുക്കണോ. എന്നാലും അനുമോളാണ് അവർ ജീവിതം മാറുന്നത്. അനുമോൾ പറയേണ്ടത് ഞാൻ നിങ്ങളുടെ ജീവിതം വാഴാക്കണം കേട്ടോ. ആര് ജീവിതം വാഴാക്കണം? ആർക്കപ്പോൾ ഇതൊക്കെ പ്രശ്നമുള്ളൂ? ഇതൊക്കെ ഈ കാലത്ത് സഹജമാണ്. ഒരു പെണ്ണും ആണും കിസ് ചെയ്യാന്നൊക്കെ ഇപ്പൊ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ പോകുന്നത്. അല്ലാണ്ട് റേപ്പോ പീഡനമൊന്നുമല്ലോ ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ നടന്നത്. അങ്ങനെ കണ്ടിട്ട് ബിഗ് ബോസ് പുറത്തു വിടുന്ന എനിക്ക് തോന്നുന്നില്ല. അത് സോ അനുമോൾ അല്ലാതെ തീരുമാനിക്കേണ്ടത് ഒരിക്കലും നമ്മൾ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അല്ലാണ്ട് അനുമോൾ കിടന്നു ഇതാണ് ചല അതൊരു ഇഷ്യൂ ആക്കി അതിനെ വെച്ച് നൈറ്റ് മൊത്തം ഓട്ടി ഒരു ഡേ മൊത്തം കളഞ്ഞു. സത്യം നല്ലൊരു ഡേയ്സ് ആണ് ഇനി വരുന്നത്. ഓണം കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് നല്ല കണ്ടന്റ്സും ഉണ്ട്, നല്ല രീതിയിൽ പോയി നല്ല കുക്കിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഇപ്പോൾ വന്ന അതിന് കൂട്ടു നിൽക്കാനാണ് നമ്മുടെ പുതിയ വന്ന മസ്താനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പുറത്തുനിന്ന് മൊത്തം കണ്ടുവന്ന് അതിനെ ഒരു വലിയ കണ്ടന്റ് ആക്കി മാറ്റി അതിൽ നിന്ന് ചൊറിഞ്ഞ് സൂപ്പറാണ് മസ്താനി അതിൽ. ഇപ്പോൾ മസ്താനി ലാസ്റ്റ് ചോർന്നത് റെന ഫാത്തിമയുടെ ബോയ് ഫ്രണ്ടിന് ഒരു കണ്ടന്റ് ആക്കേണ്ട ആവശ്യമില്ല അവിടെ. അത് പുറത്തുനിന്ന് നടന്ന കാര്യങ്ങളാണ്. റെന ഫാത്തിമ പറഞ്ഞാൽ ഇവിടുത്തെ കണ്ടസ്റ്റന്റ് വന്ന് റെന ഫാത്തിമ മാത്രമാണ്. സോ റെന ഫാത്തിമനെ മാത്രമായിട്ട് നിന്നിട്ട് വേണം എന്ന് ചെയ്യാൻ. അല്ലാണ്ട് ഉടനെ ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്, എൻ്റെ സ്ട്രാറ്റജിയാണ്, ഞാൻ നിന്റെ ലവറെ കുറിച്ച് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ് പുറത്തു പോയാൽ നിന്റെ ലൈഫ് ഉണ്ടാവുക, നീ ആദ്യം നോക്കിക്കാണും. അത് റെന അടിപൊളി ഒരു കുട്ടിയാണ്. അവളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ വന്നതാണ്, അവളുടേതായ വ്യക്തിത്വമുള്ളൊരു കുട്ടിയാണ്. അല്ലാണ്ട് അവളെ കടന്ന് ചൊറിയാനോ മാന്താനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല മസ്താനിയുടെ ഗെയിം പ്ലേ കളിക്കാൻ. മസ്താനി അത്ര നല്ല ആളല്ലാന്ന് അപ്പുറം റെന പറയുന്നുണ്ട്. റെനയുടെ സ്വഭാവം വെച്ച് റെന അത് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ. നിങ്ങളുടെ താല്പര്യം എന്താണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണോ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വീഡിയോ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.